പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ സംശയങ്ങളുടെ മറുപടിയായി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് സഹോദരങ്ങളിൽ നിന്ന് വന്ന സംശയങ്ങളുണ്ട്. ഇനി വല്ല വചനങ്ങളും അറിയാനുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് എൻ്റെ സഹോദരങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഏതെങ്കിലും വചനങ്ങൾ എൻ്റെ സഹോദരങ്ങൾക്ക് ഖുർആനിലെ അറിയണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ കുറച്ച് ക്ലാസ്സുകൾ അങ്ങനെ സംശയ നിവാരണത്തിന് വേണ്ടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോ സൂറത്തു അൻഫാലിലെ ഒരു വചനം വിശദീകരിക്കാനാണ്. അതെൻ്റെ സഹോദരൻ ആഴത്തിൽ ഖുർആനിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ. ആള് നല്ല ജ്ഞാനിയാണ്. അദ്ദേഹം ഈ വചനം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറയുന്നത്. അതായത് അല്ലാഹുമ്മ ഇൻകാനം ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക ഫഅംതിർ അലൈന ഹിജാറത്തൻ മിനസ് സമായി എന്ന് പറയുന്ന സൂറത്തു അൻഫാലിലെ 32-ാമത്തെ വചനം. എങ്ങനെയാണ് ഈ മത്തർ സലബിയാകുക എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മത്തർ സലബി ഇജാബി എന്ന് പറഞ്ഞാൽ അത് അറബി അറിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. മത്തർ മഴ എങ്ങനെയാണ് നെഗറ്റീവ് ആകുക, അതാണ് സലബി ആകുക എന്ന് ചോദിച്ചാൽ അതാണ്. ഇജാബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം അതാണ്, എങ്ങനെ ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല, ബുദ്ധിമുട്ടും ആയത്ത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുന്നു, അതൊന്ന് വിശദീകരിച്ച് തരാമോ എന്ന് 2-3 ദിവസം മുമ്പ് എന്നോട് ചോദിച്ചിട്ട്. അപ്പോൾ ഇന്നിപ്പോ ഈ വചനം വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വചനങ്ങൾ ഇതുപോലെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ അപേക്ഷിക്കുന്നു. അല്ലാഹുമ്മ ഇൻകാന ഹാദാ ഹുവൽ ഹഖ്ഖു മിൻ ഇൻദിക എന്ന് പറയുന്ന ഇവിടെ അദ്ദേഹത്തിന്റെ സംശയം അതൊന്നും ആ ഭാഗമൊന്നുമല്ല സംശയം. മത്തർ എങ്ങനെയാണ് ഈജാബി സലബി ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. മത്തർ 17 സ്ഥലത്ത് ഈ മത്തറിന്റെ വ്യത്യസ്ത അംതർന, അങ്ങനെ അംതറ, അംതറത്ത്, മത്തർ, മത്തറൻ എന്നൊക്കെ ഇങ്ങനെ ഈ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് മുസ്ഹഫിൽ. അവിടെയൊക്കെ തന്നെ നെഗറ്റീവായിട്ട് തന്നെയാണ്, സലബി ആയിട്ട് തന്നെയാണ് മത്തറിനെ ഉപയോഗിച്ചിട്ടുള്ളത്. മത്തർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വായനയിൽ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന, ഇപ്പോ നിരന്തരം വർഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിരന്തരം വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഴയെ കുറിച്ചല്ല പറയുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇത് നല്ല മാവ് ആണ് സത്യത്തിൽ പോസിറ്റീവായിട്ട് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. മാ ആണ്, അതായത് ജലം, മാ എന്നുള്ളതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലും നമ്മുടെ വായനയിൽ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഈ മഴയെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ചല്ല അതുപോലും പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മസ്തറുൽ ഇൽമ്, അറിവിന്റെ ഉറവിടത്തെയാണ് മാ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് മാ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ മാ എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. മാഉം മിനസ് സമായി എന്ന് പറഞ്ഞാൽ അവന്റെ ഉന്നതമായ ബോധതലത്തിൽ നിന്ന്, ബോധമണ്ഡലത്തിൽ നിന്ന്, അറിവിന്റെ ഉന്നതമായ തലങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന ജ്ഞാനത്തിന്റെ, മഅരിഫത്തിന്റെ മാ ആണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് മത്തർ എന്നുള്ളത് ഖുർആൻ ഉപയോഗിച്ചത്, മുസ്ഹഫ് ഉപയോഗിച്ചതൊക്കെ നെഗറ്റീവായിട്ട് തന്നെയാണ്, പോസിറ്റീവായിട്ടല്ല. മത്തർ എന്ന് പറഞ്ഞാൽ ശരിയായപ്പോൾ നമ്മൾ പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൂരേക്ക് കാണാൻ കഴിയില്ല. അതന്നെയാണ് ഈ ഖുർആൻ ഉപയോഗിച്ച മത്തർ എന്നുള്ളത്. നമ്മുടെ മംനഉ ളുഹൂറാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുകയും
കിട്ടുകയും ചെയ്യുന്നതിനെ തടയുന്നതാണ് സത്യത്തിൽ മത്തർ എന്ന് പറയും. കൃത്യമായി മനസ്സിലാക്കുക. മത്തർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലുഹൂറാണ്. ലുഹൂറല്ല, ലുഹൂർ. എന്ന് പറഞ്ഞാൽ തടയ. നമുക്കൊരു ജ്ഞാനം, ഒരു അറിവ്, ആത്മീയമായ ഒരു അറിവ്, ജ്ഞാനം വെളിപ്പെട്ട് കിട്ടുന്നതിനെ നമ്മളിൽ നിന്ന് തടയുന്നതിനെയാണ് മത്തർ എന്ന് പറയുന്നത്. ഫംതർന എന്ന് പറയുന്നത് അതാണ്. അവര് ഫംതിർ അലൈന എന്നാണ്. അപ്പൊ അവര് ആവശ്യപ്പെടുന്നത് ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴയെ കുറിച്ചല്ല. അവരെന്ന് പറയുമ്പോൾ നമ്മളിൽ ഓരോരുത്തരുമാണത്. അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയാനും ശ്രമിക്കാത്ത ആളുകൾക്ക് ഈ മത്തറന്നെയാണ് അവരാവശ്യപ്പെടുക. അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നും വേണ്ട. അവർക്ക് പാരമ്പര്യമായിട്ട് കൗമുത്തുബായിട്ട് പാരമ്പര്യമായി ഇത്തിബാഴ് ചെയ്ത് അങ്ങനെ പോകാനേ അവർക്ക് താല്പര്യമുള്ളൂ. അത്തരം ആളുകളെ ആവശ്യകതയാണത് എന്നുള്ളതാണ്. നേരെ മറിച്ച് ആകാശത്ത് യാ സമാവു അഖിലി മാഅക്കി എന്ന് പറയണ്ടത്. യാ സമാവു അഖിലി മാഅക്കി, അതായത് യാ സമാവ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് ഇനി വിശദീകരിക്കുന്നില്ല. 120 സ്ഥലത്ത് അസമാവ് എന്ന് പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് മാത്രം യാ സമാവു എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വിജ്ഞാനത്തിന്റെ യാത്രയുടെ തുടക്കമാണ് നോഹിന്റെ തലത്തിൽ. അതാണ് നോഹിന്റെ കാലഘട്ടത്തിലാണ് യാ സമാവു എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അസമാവു എന്ന് അലിഫിലാമിട്ട് മൈരിഫയായിട്ടാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചതാണ്. അതിനെ വിശദീകരിക്കുന്നില്ല. അപ്പോ അസമാദ് എന്ന് പറയുന്നത്, സമാദ് എന്ന് പറയുന്നത് നമ്മുടെ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന ഇടമല്ല, നമ്മുടെ തന്നെ ഉള്ളിലെ ബോധമണ്ഡലത്തിന്റെ ഉന്നതമായ തലമാണ്. അറിവിന്റെ ഉന്നതമായ ആകാശമാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. അതുപോലെ തന്നെ മത്തർ എന്ന് പറയുന്നത് നമ്മുടെ മുകളിൽ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെക്കുറിച്ചല്ല, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വെളിപ്പെടുന്നതിന് തടയുന്ന അവസ്ഥയെയാണ് മത്തർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഉന്നതമായ, അതാണല്ലോ യാ സമാവു അഖിലി എന്ന് പറയുന്നത്. കല, അഖല, അലക്ക, 3 ഒരേ അക്ഷരങ്ങളാണ്. നമ്മുടെ ഭാഷ പഠിക്കുന്ന ആളുകൾക്ക് ഭാഷാ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയും. ഇനി ആ മേഖലയിലേക്കാണ് ഭാഷാ ക്ലാസ്സിൽ പോകുന്നത്. നമ്മൾ അക്ഷരങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. കല എന്ന് പറയുന്ന ആകാശത്തിൽ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയോട് നിർത്താൻ പറയല്ല ചെയ്യുന്നത്. അവന്റെ ഉന്നതമായ ബോധമണ്ഡലത്തിന് വിജ്ഞാനത്തിന്റെ യാത്ര തുടങ്ങാനാണ്, അഖിൽ ഉപയോഗിച്ച് തുടങ്ങാനാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ഒരു വിമാനം കലഹത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത്. അതാണ് കല എന്ന് പറയുന്നത്. അതാത് നിൽക്കുന്ന ഇടത്തിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ. മറ്റത് ഹബത്തേണ്, താഴോട്ട് വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ യാത്രയുടെ തുടക്കം, അഖിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതിന്റെ തുടക്കമാണത്. അതുകൊണ്ടാണ് അവിടെ അസമാവ് പറയാതെ യാ സമാവു എന്ന് പറയുന്നത്. അതാണ് കല, കാഫ്, ലാമ്, ഐന്, അഖല, അഖില് ബുദ്ധി. അതുപോലെ തന്നെ അലക്ക്, ഖലഖൽ ഇൻസാന മിൻ അലക്ക് എന്ന് പറയുന്നത് അതാണ്. അവന് ഒരുപാട് താല്ലുക്കാത്തുകൾ ഉണ്ടാവും, ഒരുപാട് വിശ്വാസങ്ങളോട്, അന്ധവിശ്വാസങ്ങളോട്, അനാചാരങ്ങളോട്, ഊഹങ്ങളോട്, കെട്ടുകഥകളോട്. ആ താല്ലുക്കിൽ നിന്നാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന എന്താണ് പിന്നെ ആദ്യം നുത്ഫത്ത്, പിന്നെ അലക്കത്ത് എന്നൊക്കെ പറയുന്നത്
പിന്നെ അത് ഗർഭപാത്രത്തിൽ പോയി അള്ളിപ്പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയും. നമ്മളുടെ നമ്മളാണ്, നമ്മുടെ ചിന്തയാണ് പലതിനോടും അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്. അതിൽ നിന്നാണ് ഒരു ഇൻസാനിനെ സൃഷ്ടിച്ചെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ നമ്മൾ ഈ ആയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. അപ്പൊ ഫാംതിർ അലൈന ഹിജാറത്തൻ മിനസ് സമായി എന്ന് പറയുന്ന ഹിജാറത്തൻ മിനസ് സമായി, അല്ലെങ്കിൽ ഈ സമായിൽ നിന്ന് ഈ നമ്മൾ പറയുന്ന ആകാശമാണെങ്കിൽ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന നീല നിറത്തിലുള്ള അതാണെങ്കിൽ അവിടുന്ന് വല്ല കിതാബും വരുന്നുണ്ട്. കിതാബ് ഇറക്കും സമായിൽ നിന്ന് ഖുർആൻ പറയും. ഒരു പുസ്തകം എങ്ങനെ ഇറങ്ങി വരുന്നത് ഭൂമിയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആകാശത്ത് നിന്ന്. അല്ലെങ്കിൽ ഉപരിഭാഗത്ത് നിന്ന് കല്ലിറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഹിജാറത്ത്, കല്ലുമഴ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഐസ്, വെള്ളം ഐസായിട്ട് വീഴുന്നത് അങ്ങനത്തെ എല്ലാരും കണ്ടിട്ട്. പക്ഷേ ഈ കല്ലുകൾ പെയ്യുന്ന അത് നമ്മള് ലോകത്താരും കണ്ടിട്ടില്ല. കല്ലുമഴ അല്ലെങ്കിൽ ഇരുമ്പറങ്ങുക ആകാശത്ത്. അപ്പൊ അതൊന്നും ഇപ്പൊ നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പൊ സമാധി എന്ന് പറയുന്നത് അവരുടെ ഉന്നതമായ ജ്ഞാനത്തിന്റെ തലമാണ്, അവരുടെ ഉന്നതമായ ബോധമണ്ഡലമാണത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ. അതിനെ തെഹജീറാക്കാനാണ്, അതിനെ കല്ലായി മാറ്റാനാണ്. അതായത് അത് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല, അങ്ങനെയാക്കി മാറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതാണ് ഹിജാറത്ത് എന്ന് പറയുന്നത്. പുരൂബുഹും ഹിജാറത്തൻ എന്ന് പറഞ്ഞാൽ ഹിജാറത്തി എന്ന് പറഞ്ഞാൽ അവരുടെ കൽബുകളൊക്കെ ഹിജാറത്താണെന്ന് പറഞ്ഞാല് ഇൽമിൽ നിന്നും ഹുബ്ബിൽ നിന്നുമാണത്. സ്നേഹം എന്ന് പറയുന്ന ഒന്ന് ആ ഹൃദയങ്ങളിൽ ഉണ്ടാവുകയില്ല. അറിവ്, ജ്ഞാനത്തെ തേടാൻ ആ ഹൃദയങ്ങൾ ആഗ്രഹിക്കുകയില്ല. അത്തരം അതാണല്ലോ ഹുജറാത്തുകൾ, മനുഷ്യന്റെ ബുദ്ധിയുടെ ഹുജറാത്തുകളാണ്, അല്ലാതെ റൂംസുകളല്ല, നമ്മുടെ വീട്ടിലെ റൂംസുകളല്ല. സൂറത്തു അൽ ഹുജറാത്ത് ഉണ്ടല്ലോ. സൂറത്തു അൽ ഹുജറാത്തിൽ ഹുജറാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു വീടുണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന വീട്, ആ വീട്ടിലെ ഓരോ റൂമുകളെയുമാണ് അൽ ഹുജറാത്ത് എന്ന് പറയുന്നത്. അല്ല, മനുഷ്യ ബുദ്ധിയുടെ ഹുജറാത്താണത്. പല ഹുജറാത്തുകളുണ്ട് നമ്മുടെ ബുദ്ധിയിൽ. അത് ഉപയോഗിക്കാതെ അതിന്റെ വറായിലേക്ക് പോയാൽ ലായക്കിലൂൻ, അവര് അക്കൽ ഉപയോഗിക്കൂല എന്നാണ്. അതാണ് വറാഉൽ ഹുജറാത്തില് ലായക്കിലൂൻ എന്ന് പറയുന്നത്. അതാണ് അത്, ആ വചനം അതാണ് വിശദീകരിക്കുന്നത്. അല്ലാതെ നമ്മള് റൂമിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേന് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ ആകുമോ? എന്താണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല, പഠിക്കുന്ന കാലത്ത് മനസ്സിലായിട്ടേ ഇല്ല. ഖുറാനുൽ ഹുജറാത്തിലേക്ക് പോയാൽ അവർ ലായഖിലൂൻ, അവർ അഖിൽ ഉപയോഗിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ റൂമിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേന് നമ്മുടെ ബുദ്ധി എവിടുക്കാൻ പോകണത്? അപ്പോ എൻ്റെ സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, അംതിർ അലൈന എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കാനല്ല, അവരുടെ ഹിജാറത്ത്, അവരുടെ ഉന്നതമായ ബോധമണ്ഡലത്തെ തഹജീറാക്കാനാണ്, കല്ലാക്കി മാറ്റാനാണ്. അതിനെ പ്രയോഗിക്കാനോ ബുദ്ധി ഉപയോഗിക്കാനോ പറ്റാതെ ആക്കിയെടുക്കാനാണ്. കാരണം അത് കുറച്ച് പ്രയാസമാണ്. ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് പോവുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് ഏത് മേഖലയിലായാലും കുറച്ച് പ്രയാസമാണ്. എളുപ്പമുള്ള വഴി എന്താന്ന് പറഞ്ഞാൽ ആളുകൾ ചെയ്യുന്നതിനെ അങ്ങനെ അനുകരിച്ച് പിന്തുടർന്ന് പോകലാണ്. അതാണ് അധ്വാനിക്കാനും പരിശ്രമിക്കാനും തയ്യാറില്ലാത്ത ആളുകൾക്ക് അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ആ ഭാഗം മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. ഫാംതിർ അലൈന ഹിജാറത്തൻ മിനസ് സമായി എന്ന് പറയുന്നത് ഹജറ തഹജീറാക്കുക എന്നാണ്. അഹ്ലു തഹജീസാണ്, അശക്തരായ ആളുകളാണ്. അത്
ആ വചനത്തിന്റെ അപ്പുറം വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. കാരണം അവർക്ക് അവിയത്തിന അദാബിൻ എന്നും അലീം എന്നും ചോദിക്കുന്നുണ്ട്. ഒന്നുകിൽ ഹിജാറത്തും മിനസ്സമാവ്, അല്ലെങ്കിൽ പിന്നെ അദാബുൻ അലീം. ഈ അദാബുൻ അലീം റഫ്ലിയാണ് അവിടെ ചെയ്യുന്നത്, അതായത് അത് തരൂലാണ്. അദാബുൻ അലീം തരൂല എന്നാണ് അവിടെ പറയുന്നത്. അദാബുൻ അലീം എന്ന് പറയുന്നപ്പോ നമ്മൾ മനസ്സിലാക്കിയത് വേദനാജനകമായ ശിക്ഷ എന്നാണ്. അവരെ തഅദീബ് ചെയ്യാനാണ്. പിന്നെ ഒമാക്കാൻ അല്ലാഹു ലിയുഅദിബഹും വഅന്ത ഫീഹിം എന്ന് പറയുന്നുണ്ട്. അത് അവിടെ അള്ളാഹു തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പൊ തരാൻ കഴിയില്ല എന്നാ പറയുന്നത്. അദാബ് തരാൻ കഴിയില്ല, കാരണം വഅന്ത ഫീഹിം, നീ അവരിൽ ഉണ്ടായിരിക്കെ എന്ന് പറയുന്നത്. അത് വേറെ വിഷയമാണ്, അത് നമുക്ക് പിന്നെ അപ്പൊ അത് അദാബ് മർഫൂദാണ്. അവർക്ക് ഹിജാറത്തുൽ മിനസ്സമാ ആണ് ഇപ്പൊ കൊടുക്കാം. അതിനെ മർഫൂദാക്കിയിട്ടില്ല. അത് കിട്ടും അവരാവശ്യപ്പെടുകയാണെങ്കിൽ. അതെന്താന്ന് പറഞ്ഞാല് അവരുടെ ഉന്നതമായ ബോധതലം, മസ്തറുൽ ഇൽമ, ഉന്നതമായ അറിവിന്റെ ഇടങ്ങളാണ് അവരുടെ ചിന്തയുടെ, ബുദ്ധിയുടെ, ബോധതലത്തിന്റെ. അത് പ്രവർത്തിക്കൂല, അത് ഹജറായി മാറ്റണം എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ സംഭവിക്കും. പക്ഷെ ഇവിടെ അവർക്ക് അദാബ് കൊടുക്കാൻ കഴിയില്ല, കാരണം ഒമാക്കാനുള്ളതും എന്താണ് വാന്ത ഫീഹിം എന്നുള്ളത് അവിടുത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഏതെങ്കിലും ഭാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയണം, മെസ്സേജുകൾ അയക്കുക. കുറച്ച് ക്ലാസ്സുകൾ സംശയ നിവാരണത്തിനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഭാഷാ ക്ലാസ്സിലേക്ക് പോകുന്നുള്ളൂ. സലാം.